ചങ്ങാതിക്കൂട്ടം ബാച്ചിന്റെ ഒരു വലിയൊരു ദൗത്യമാണ് കേട്ടോ. ആ ഒരു ദൗത്യത്തിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിവിടെ നിൽക്കുന്നല്ലേ. പലതരത്തിലുള്ള ബിരിയാണി ചലഞ്ച് കാര്യങ്ങളെല്ലാം ഒക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ബിരിയാണി ചലഞ്ച് 1988 ബാച്ച് ചങ്ങാതിക്കൂട്ട ബാച്ചുള്ള പലതരത്തിലുള്ള അസുഖം ബാധിച്ച ആൾക്കാരും അതേപോലെ പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതേ ബാച്ചിലുള്ള ആൾക്കാരാണ് ഈ ഒരു ബിരിയാണി ചലഞ്ച് നടത്തുന്നത്. 4000 ആൾക്കാർക്കുള്ള ബിരിയാണി ചലഞ്ച് കേട്ടോ ഇപ്രാവശ്യം നടത്തുന്നത്. ഏകദേശം 600 കിലോ അരി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സാധനം മനസ്സിലായല്ലോ. ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റോസ് ബ്രാൻഡ് കൈമ റൈസ് വെച്ചിട്ട് തന്നെ കേട്ടോ. അതിനൊരു മാറ്റം ഞാൻ അന്നും വരുത്തിയിട്ടില്ല, ഇന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ പ്രത്യേകിച്ച് ബിരിയാണി എന്നായിട്ട് പറയുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ തെരതെരതെരാന്ന് വരും റോസ് ബ്രാൻഡിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് കല്യാണ വീടുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫംഗ്ഷൻ ആയിക്കോട്ടെ മറ്റുള്ള റൈസിനെക്കാട്ടും ഏറ്റവും കൂടുതൽ മുൻതൂക്കം വരുത്തുള്ളത് നമ്മുടെ റോസ് ബ്രാൻഡ് കൈമ റൈസിന് തന്നെ. റോസിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അല്ലേ പ്രശ്നം, എന്നാലേ നിങ്ങൾ നേരിട്ട് തന്നെ കേട്ടോളി. എൻ്റെ പേര് ഹാരിസ്. ഞാൻ 25 വർഷമായിട്ട് പാചകരംഗത്തുണ്ട്. പലതരം ബ്രാൻഡുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈയിടെ ഒരു 3-4 വർഷമായിട്ട് റോസ് ബ്രാൻഡ് അരി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് മുതൽ ഉപയോഗിച്ച് നോക്കാം. ഈ റൈസുകളിലോ ഇപ്പോൾ റോസ് ബ്രാൻഡ് ഉപയോഗിച്ച അരിയാണ്, ബിരിയാണി റൈസാണ്. ഒരു കുഴപ്പമില്ല, ഒട്ടിപ്പോകുന്നില്ല, കുഴയൊന്നുമില്ല. ഇത്ര വർഷം എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാ കാറ്ററിംഗുകാർക്കും ഈ അരി യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ മനസ്സിലായില്ലേ റോസ് ബ്രാൻഡ് കൈമ റൈസ് ആളുകൾ എത്രത്തോളം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താന്നുള്ളത്. ഓരോ ബിരിയാണി ചലഞ്ചും ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മളെ ജീവിതത്തിൽ തരുന്നത്. എന്തായാലും